ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വെറുതെ നിങ്ങളുമായിട്ട് കുശലം പറയാം, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ 2-3 വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനൽ വളരെ ലേറ്റായിട്ടാണ് മോണിറ്റൈസേഷൻ ആയതെന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും കൂടി ഒരു പാഠമാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങുക, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക, ഫേസ്ബുക്ക് തുടങ്ങുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന എൻ്റെ ജേണിയിൽ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളിൽ പലരും ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, ചിലരെങ്കിലും എന്നെ പോലെ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ ചാനലൊക്കെ ഇനിയിപ്പോൾ ആര് കാണാൻ, ഇതിൽ നിന്നൊന്നും പൈസയൊന്നും കിട്ടത്തില്ല, യൂട്യൂബിൽ നിന്നൊക്കെ എത്ര രൂപ കിട്ടിയാനോ, ഈ രൂപയൊക്കെ എത്ര നമ്മൾ എന്തൊക്കെ പറഞ്ഞാലായിരിക്കാം 1000 രൂപ കിട്ടുന്നത്, 1000 രൂപയ്ക്ക് വേണ്ടി ഇനിയിപ്പം നമ്മൾ എന്തോ അങ്ങനെ അതിനെ വില കുറച്ച് കാണുകയോ അതല്ല എങ്കിൽ നമ്മളെ തന്നെ വില കുറച്ച് കാണുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ചാനൽ ആര് കാണാൻ, എനിക്കാകെ ഒരു 100ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും, അവർ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര രൂപ യൂട്യൂബ് തരാൻ, ഇനി കുറേ പേരൊക്കെ കണ്ടാൽ എത്രത്തോളം കാണാൻ, കിട്ടിയാൽ എത്ര രൂപ കിട്ടാൻ. അപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ പേര് കൊടുക്കുന്നു, ഏതോ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു, ഏതോ ഒരു പിൻ കൊടുക്കുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, ചോദിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നിയ മറുപടിയാണ്. നമുക്ക് അത് കഴിഞ്ഞ് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവരുടെ എന്തൊക്കെയോ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണം. അത് പൂരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തീരെ വിശ്വാസമില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമെന്ന്. ആ സമയത്തും ഞാൻ കൊടുക്കുന്ന അഡ്രസ്സ് തെറ്റാണ്, പിൻ നമ്പർ തെറ്റിച്ചാണ് കൊടുത്തത്, പാൻ കാർഡ് പോലും മാറിപ്പോയി, എൻ്റെ കൊടുക്കേണ്ടത് മകളുടേത് കൊടുക്കുന്നു, എൻ്റെ പേര് മകളുടെ പാൻ കാർഡ്, പിന്നെ അഡ്രസ്സ് വേറെ, എൻ്റെ ആധാറിലുള്ള അഡ്രസ്സല്ല. അങ്ങനെ ആകെ മൊത്തവും ഞാൻ എന്തൊക്കെയോ ചെയ്തു. ആരോടും ചോദിക്കുകയോ, അറിവുള്ള എത്രയോ ആൾക്കാരുണ്ട്, അവരോട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത്. അതിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആകണം, 3000 വാച്ച് അവറും കിട്ടണം. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സുമായി 3000 വാച്ച് അവറും കിട്ടുന്ന സമയത്ത് ഞാൻ ഫില്ല് ചെയ്ത കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോഴും എനിക്ക് യാതൊരുവിധ ഇതുമില്ല, ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. അങ്ങനെ അത് വലുതായിട്ടൊന്നും യൂട്യൂബ് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെത് അപ്രൂവലായി അതിനുശേഷം ഞാൻ വീഡിയോസ് ഇടുന്നത് പൂർണ്ണമായും നിർത്തിയതിന് ശേഷം പിന്നെ ഒരു കംബാക്ക് വരുന്നത് ഈ അടുത്ത കാലത്താണ്. ആ സമയത്ത് എനിക്ക് പൈസ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ നല്ല പൈസ വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയോ ഞാനങ്ങനെ വിചാരിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അതിശയമായിരുന്നു. യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടും. നമ്മളൊരു സാലറി കിട്ടുന്ന അത്രേ. എനിക്ക് ആകെ ഉള്ളത് കുറച്ച് വാച്ച് അവറും കുറച്ച് വ്യൂസും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. എന്നിട്ട് പോലും എനിക്ക് ഞാൻ അങ്ങനെ പറയാവോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് 30,000+ കിട്ടി 1 മന്ത്. ആലോചിച്ച് നോക്കൂ, 30,000 ആകെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന് ഏതാണ്ട് അത്രയും എമൗണ്ട് അടുപ്പിച്ച് നമുക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്ത് വീഡിയോ ഇടുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഇരുന്ന് 2-3 കൊച്ചു വർത്താനം പറയുമ്പോൾ നമുക്ക് ഇത്രയും രൂപ കിട്ടുന്നു എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും എമൗണ്ടൊക്കെ യൂട്യൂബ് നമുക്ക് തരുമെന്നുള്ളത് അത് വളരെയധികം സന്തോഷമാണ്. സോ ഗ്രേറ്റ്ഫുൾ. യൂട്യൂബിൻ്റെ അത് അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ വരുമാനം കിട്ടുന്നല്ലോ എന്നുള്ളത് ഒരുപാട് നന്ദി പറയുന്ന എത്ര ആൾക്കാർക്കാണല്ലേ യൂട്യൂബ് ഒരു വരുമാനം കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തോരം ലൈഫുകൾ മെച്ചപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് സത്യത്തിൽ നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, $100 ആകുന്ന സമയത്താണ് നമുക്കിത് വിഡ്രോ ചെയ്യാനുള്ള അനുമതിയുള്ളത്. $100 ആയപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് എൻ്റെ എല്ലാ മിസ്റ്റേക്കാണ്.
എൻ്റെ എല്ലാം ബ്ലോക്കാക്കി യൂട്യൂബ്. $100 ആയി ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാം തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. യൂട്യൂബ് ബ്ലോക്കാക്കി, എൻ്റെ അക്കൗണ്ട് ബ്ലോക്കാക്കി, എനിക്ക് പൈസയൊന്നും തരാത്ത വിധത്തിൽ ബ്ലോക്കാക്കി. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അറിയുന്ന ആൾക്കാരെയൊക്കെ പോയി കണ്ട്. വിഷ്ണുവാണ് എൻ്റെ അക്കൗണ്ട് ശരിയാക്കി തന്നത്. വിഷ്ണു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടു. വിഷ്ണു ചോദിക്കുകയും ചെയ്തു, ഇത് ആരാണ് ഇത്ര കഷ്ടപ്പെട്ട് പരസ്പര ബന്ധമില്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി നമുക്കത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ. സാധാരണ ഒരാൾക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ആദ്യമേ ചെയ്യുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടും, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ എൻട്രി ചെയ്യുന്നതിന് മുന്നേ അറിവുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുന്നത്, നമ്മൾ ഓരോരോ തെറ്റുകൾ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് റീ എൻട്രി ചെയ്യാനും പിന്നീട് നമുക്ക് അത് തിരുത്താനും ഒക്കെ ടൈം എടുക്കും, നമ്മളെ പൈസ നഷ്ടപ്പെടുന്നതിന് കാരണമാക്കും. അപ്പം നിങ്ങൾ കളിക്കുകയാണെങ്കിൽ പോലും, ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അത് നിങ്ങൾ അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കുക. സത്യത്തിൽ ഇപ്പോഴും എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കാത്തത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടോ ഇനി നിങ്ങൾ തമാശയ്ക്ക് തുടങ്ങുന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും ഒരു മോണിറ്റൈസേഷൻ്റെ ആ ഒരു വാച്ച് അവർ 3000 വാച്ച് അവറും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിവുള്ളവരെ കൊണ്ട് മാത്രം യൂട്യൂബിൽ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും സെൽഫായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ചെയ്യരുത്. ചെറിയ മിസ്റ്റേക്കിന് പോലും നമ്മൾ യൂട്യൂബുകാർ നമ്മളെ പൈസ പേയ്മെൻറ്റ് പിടിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയാണ്. പിന്നെ അവർ ടാക്സും വളരെ കുറച്ച് ടാക്സാണ് എടുക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ടാക്സ് ഒക്കെ കൂടുതൽ പിടിക്കുമെന്ന്. ഇനി നമ്മൾ ഇവിടെ ടാക്സ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല, അത് എൻ്റെ CA ആണ് നോക്കുന്നത്. അപ്പോൾ അതിനെനിക്ക് CA ഉള്ളതുകൊണ്ട് അത് അങ്ങനെ നോക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും രൂപ കിട്ടി എന്നുള്ള ഒരു സന്തോഷ കാര്യം ഞാൻ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും യൂട്യൂബൊക്കെ തുടങ്ങുന്നവർക്ക് പ്രചോദനമാകും. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമ്മളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി യൂട്യൂബ് തരുന്ന പൈസയ്ക്കും, ഞാൻ ഇതുവരെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് പൈസ എടുക്കാത്തത് ഞാനെന്തോ ജോലി ചെയ്യാതെ കിട്ടുന്ന പൈസ പോലെ, ആർക്കും ഒരു ഉപകാരം ഇല്ലാതെ കിട്ടുന്ന പൈസ പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ എഫേർട്ട് ഇടണം. ഇടാതെ ഒന്നും നമുക്കൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരു കണ്ടൻറ് ഉണ്ടാക്കുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം നമ്മൾ വെറുതെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാലൊന്നും ആൾക്കാർ കണ്ടിരിക്കുകയൊന്നുമില്ല. നല്ല കണ്ടൻറ്റ് തന്നാൽ മാത്രമേ ആൾക്കാർ കണ്ടിരിക്കുകയുള്ളൂ. വാച്ച് അവർ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോയ്ക്ക് പൈസ കിട്ടുകയുള്ളൂ. അതിൻ്റെ പിറകിൽ എഫേർട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എടുക്കാമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന കാര്യം. എനിക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് വെറുതെ വന്നിരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അതിൻ്റെ പിറകിൽ നമ്മൾ ഇന്ന് പറയണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വീട് തന്നെ അതിന് വേണ്ടി ഒരുക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം. അതിൻ്റെ സീനറി ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നത് കാണാം. എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ബാക്കി ഈ കുറച്ച് ഈ വീഡിയോസൊക്കെ നോക്കുന്നവരൊക്കെ അതിൻ്റെ എഡിറ്റിംഗ് നോക്കും, 4 വശത്തും ഉള്ള കാര്യങ്ങൾ നോക്കും. അവിടെ അത് വെക്കണം, ഇവിടെ ഇത് വെക്കണം, ഡെയിലി മാറി 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 വെക്കുന്നു. അങ്ങനെ എഫേർട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എഫേർട്ട് എടുക്കുന്നവർക്കാണ് വാച്ച് അവർ കൂടുതൽ കിട്ടുക. അതിനനുസരിച്ചാണ് യൂട്യൂബ് പൈസ കൊടുക്കുക, വാച്ച് അവറിനനുസരിച്ചാണ്. അല്ലാതെ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞൊന്നും ആർക്കും പൈസ കിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വലിയ എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ പറയുന്നത് കേട്ടോ. ഒത്തിരി എഫേർട്ട് എടുക്കുന്നവരുണ്ട്, അതിൻ്റെ പിറകിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്.
ഉള്ളവരുണ്ട്. അല്ലാതെ വെറുതെ എടുത്തിടുന്നത് പോലെ കിട്ടുകയല്ല. പിന്നെ ചില ഭാഗ്യത്തിനൊക്കെ അങ്ങനെ കിട്ടും. ഇപ്പം എൻ്റെ സംസാരം കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ക്യാമറയും തുറന്നു വെച്ച് മുന്നേ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് വാച്ച് അവർ ഉണ്ട്, അതിനനുസരിച്ചുള്ള പൈസ എനിക്ക് യൂട്യൂബ് തരുന്നു. പക്ഷെ ഒരുപാട് നല്ല കഴിവുള്ള നല്ല കഴിവുള്ളവർ ആ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ എടുക്കുന്ന വീഡിയോസുണ്ട്, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അത്ര എഫേർട്ടുണ്ട്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു ഫുൾ ഡേ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നെപ്പോലെ ഓടി വന്ന് ക്യാമറ ഓൺ ചെയ്ത് മുന്നേ വെച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല. അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അവരുടെ വീഡിയോസ് കാണാനും അതിനനുസരിച്ച് ഭംഗിയും ഉണ്ട്. എൻ്റെ സംസാരം മാത്രമാണ് ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ചിലരുടെ ഫോട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയല്ലേ, എഡിറ്റിങ്. എനിക്ക് അങ്ങനത്തെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എനിക്ക് വലിയ എഫേർട്ടില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങോ ഡ്രോയിങ്ങോ എന്ത് കഴിവ്, കുക്കിങ്ങോ എന്ത് കഴിവുണ്ടെങ്കിലും നിങ്ങളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നിങ്ങളൊരു വീഡിയോ എടുത്ത് നിങ്ങൾ യൂട്യൂബിലിടൂ. തുടക്കത്തിൽ ചിലപ്പോൾ ആരും കണ്ടില്ല എന്ന് വരും. കുറച്ച് പതുക്കെ ഗ്രാജുവലി ആൾക്കാർ വരും. നമുക്ക് കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അതിൽ നിന്ന് അർഹിക്കുന്ന വേതനത്തെക്കാൾ കൂടുതൽ കിട്ടുന്നുമുണ്ട്. അത് നമ്മൾ എടുത്ത് പറയണമല്ലോ. നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഒരു വീഡിയോ ചെയ്താൽ ആ വീഡിയോയ്ക്ക് ഉള്ള പൈസ യൂട്യൂബ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതുവഴി നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. വെറുതെ അല്ല ആൾക്കാർ യൂട്യൂബ് വീഡിയോ ഇടുന്നത്, നല്ല ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? ഞാൻ ചോദിക്കുന്നത് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങൾ എന്തായാലും ഒരുപാട് ടൈം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കൊരു കഴിവുള്ളത്. ചിലപ്പം ഞാൻ സ്റ്റിച്ചിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ സ്റ്റിച്ചിങ് കുറേ കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് ഞാൻ പിന്നെ ഈ മോട്ടിവേഷൻ പോലെ ഇങ്ങനെ സംസാരിക്കുന്നതിലേക്ക് മാറി. അപ്പോൾ നമ്മളൊന്ന് തുടങ്ങി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രാക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പതിയെ ട്രാക്ക് മാറ്റി പിടിച്ച് അടുത്ത ഇതിലേക്ക് വരുന്നു. ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ വേറെ ഒരു ട്രാക്കിലേക്ക് വരുമായിരിക്കും, അറിയില്ല. നമുക്ക് ഇതിലൊക്കെ ഇറങ്ങി പുറപ്പെട്ട് നമ്മൾ ഇതിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മനസ്സിലാകും. ഒന്നും നമുക്ക് മുന്നോട്ട് കണ്ട് ഇറങ്ങാൻ പറ്റില്ല. ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ മുന്നോടി. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അത് ഹാൻഡിൽ ചെയ്യുക. അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ജിമെയിലിൻ്റെ പാസ്വേഡ് പോലും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ ചില സമയത്ത് ബുദ്ധിമുട്ടായി വരും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബ് ഇല്ലാത്ത എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എപ്പോഴാണ് നമുക്ക് യൂണിവേഴ്സ് ഒരു മിറക്കിൾ പോലെ നമുക്ക് നമ്മളുടെ വാതിൽ തുറന്നു തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ യൂട്യൂബ് വഴിയായിരിക്കാം. അങ്ങനെ ആകട്ടെ, ഓരോരുത്തർക്കും അത് ഓരോരോ വാതിലുകളാണ് ദൈവം തുറന്നു തരിക എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.